ഹേയ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ എന്തെല്ലാം വിശേഷം? റാഹത്തല്ലേ? അപ്പോൾ അൽഹംദുലില്ലാ ഞാൻ റാഹത്തായിട്ട് പോകുന്നു. അപ്പോൾ റമദാനൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? അപ്പോൾ ഇന്ന് ഞാൻ ദോശ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എനിക്ക് ഒന്നും തന്നെ കഴിക്കാൻ പറ്റുന്നില്ല. ഒരു ഫുഡിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും പിടിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഫുഡ് എന്ന് പറയാൻ ഞാൻ രാവിലെ ഒരു ഉഴുന്നുവട മാത്രമേ കഴിച്ചു, വേറെ ഒന്നും ഇതുവരെയായിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. ഇപ്പം നോമ്പുതോറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു ഇശാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ മാറ്റി സെറ്റായി. ഈ സുബീബിനെ ഞാൻ മാറ്റിച്ചിട്ടുണ്ട്, അവളും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇക്കാക പള്ളിയിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ, പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്ഥിരം സ്പോട്ട് തന്നെ ഉണ്ട് ദോശ കഴിക്കുന്നത്, അപ്പോൾ അവിടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. എന്തായാലും നമ്മൾ രണ്ടുപേരും ഇതേ ഇവിടെ മാറ്റി സെറ്റായി നിൽക്കാം കേട്ടോ. തിരക്കോ? അങ്ങനെ ഇക്കാക പള്ളിയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്, അതിലുപരി ഞാൻ ഒരുപാട് ഛർദ്ദിച്ചിട്ടുണ്ട്. കഴിക്കാനും പറ്റുന്നില്ല, ഫുൾ ടൈം ഛർദ്ദിയാണ്. പിന്നെ എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഛർദ്ദിക്കും. അപ്പോൾ ആകെ ടയേർഡ്. ആകെ ഇപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് തോന്നിയത് ഈ ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. അപ്പം നമ്മുടെ ദോശൻ്റെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കെന്നാണ് ഇവിടെ ഇപ്പോഴും. അപ്പോൾ എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ദോശന്റെ പാട്ടാണ്. അങ്ങനത്തെ എൻ്റെ കയ്യിൽ ദോശ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചട്നി ഒന്നും പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് സാമ്പാർ മാത്രം വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ദോശ കഴിക്കാൻ പോകുന്നത്. ദോശയും കഴിച്ച് ഇസൂനും കൊടുത്ത് അങ്ങനെ കൈയൊക്കെ കഴുകി പോകാനായിട്ട് നിൽക്കുമ്പോഴാട്ടോ നല്ല കിടുക്കാച്ചി മഴ പെയ്തത്. നല്ല അടിപൊളി മഴയാണ് കേട്ടോ. നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ ബീച്ചിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം തലേന്ന് രാത്രി ഇസുവിന് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക എന്തായാലും പറഞ്ഞ് ഇന്ന് ദോശ കഴിച്ചിട്ട് നേരെ ബീച്ചിലേക്ക് പോകാമെന്നൊക്കെ കേട്ടോ. അപ്പോൾ ആകെ പ്ലാനിങ്സ് ഫുള്ള് തെറ്റിയൊരു അവസ്ഥ. നല്ല ചൂടാണല്ലോ നാട്ടിലൊക്കെ. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ മഴ പെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമൊക്കെയാണ്. പക്ഷേ നമ്മൾ നന്നായിട്ട് പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശ കഴിക്കാൻ വന്ന ആൾക്കാർ മുഴുവനും ഇതേ ഓരോ സൈഡിലേക്ക് കയറി നിന്നിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ, മഴ ഇപ്പോൾ പോവും വിചാരിച്ചിട്ട്. അങ്ങനെ ബീച്ചിൽ പോകണം എന്നുള്ള പ്ലാനിങ് ഇതേ ഈ മഴ കൊണ്ടുപോയിട്ടോ. ഇങ്ങോട്ടുള്ളവർ പോലും ഇത് ഇടിയും മിന്നലും കണ്ട് സ്തംഭിച്ച് നിൽക്കുക കേട്ടോ. വെയിറ്റ് ചെയ്ത് ഞാൻ കഴിച്ച ദോശയൊക്കെ എനിക്ക് ദഹിച്ചു പോയിട്ടോ. ഞാൻ വിചാരിച്ചു ഒരു സെറ്റ് ദോശ കൂടി കഴിച്ചാലോ, നല്ല ചൂടുള്ള ദോശ അല്ലേ, നല്ല മഴയും നല്ല രസം ഉണ്ടാവും കഴിക്കാനായിട്ട്. അങ്ങനെ ഞാനൊരു സെറ്റ് ദോശ കൂടി ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് ഞാനിന്ന് പ്രത്യേകിച്ച് ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ കഴിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനൊരു സെറ്റ് ദോശ കൂടി കഴിച്ചിട്ടോ. ജൂനാണെങ്കിൽ നിന്ന് ആകെ ബോറടിച്ചൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോഴത്തെ ബാപ്പയും മോള് കൊഞ്ചലും കുഴയിലൊക്കെയാണ്. എന്നാലും ഇവിടെ മഴ നല്ല കുശാലായിട്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല മഴയാണ്, നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ട്. ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞപ്പോൾ തന്നെ നമ്മൾ വീട്ടിലേക്ക് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ ഇറങ്ങിയതും വീണ്ടും നല്ല മഴ പെയ്തു. അപ്പോൾ നമ്മളിത് അടുത്തുള്ള വേറൊരു ഷോപ്പിൻ്റെ സൈഡിൽ വന്ന് നിൽക്കാം കേട്ടോ. ഇപ്പോൾ പെയ്ത മഴക്കാണ് ഇത്രയും വെള്ളം ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്തായാലും അവിടെ 1 മണിക്കൂർ പോസ്റ്റ് ആയതിൻ്റെ ശേഷം നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വരുന്ന വഴിക്ക് ഒരു കരിക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ടാട്ടോ വന്നേ. എന്തായാലും നമ്മളിത് വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദോശക്കഥ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.